ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ തിരൂരിന്റെ സ്വന്തം ഫോട്ടോഗ്രാഫർ ബാവയ്ക്ക് JCI തിരൂരിന്റെ ആദരം. JCI തിരൂർ പ്രസിഡന്റ് റിഫാബ് സലീസ് ക്യാമറ ഉപഹാരം കൈമാറി. തിരൂരിലെ മുതിർന്ന ഫോട്ടോഗ്രാഫറാണ് PV അബ്ദുൾ റഷീദ് എന്ന ബാവാക്ക. തിരൂരിലെ ബാപ്പു സ്റ്റുഡിയോയിൽ 11ാം വയസ്സിൽ തുടങ്ങിയതാണ് ബാവാക്കയുടെ ഫോട്ടോഗ്രാഫി ജീവിതം. ഈ മേഖലയിൽ 60 വർഷം പൂർത്തിയാക്കിയ ബാവ ഇപ്പോഴും ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമാണ്. തിരൂരിന് സുപരിചിതമായ മുഖമായി ഇതോടെ ബാവാക്ക മാറിക്കഴിഞ്ഞു. 6 പതിറ്റാണ്ടിനിടെ ലക്ഷത്തിലേറെ ഫോട്ടോകളാണ് ബാവാക്കയുടെ ക്യാമറയിൽ പതിഞ്ഞത്. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിലാണ് തിരൂരിന്റെ സ്വന്തം ഫോട്ടോഗ്രാഫറായ PV അബ്ദുൾ റഷീദ് എന്ന ബാവാക്കയെ JCI ആദരിച്ചത്. തിരൂർ പ്രസിഡന്റ് റിഫാബ് സലീസ് ക്യാമറ ഉപഹാരം കൈമാറി. P സാജിദ് പൊന്നാട അണിയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. ഇപ്പോൾ 60 വർഷം പോലായി ഈ പരിപാടി ഇതായിട്ട്. ചെറുപ്പം മുതലേ ഫാദർ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിച്ച് അങ്ങനെ പിന്നെ അനിയന്മാരും ഒക്കെ വന്നപ്പോൾ പിന്നെ അവിടെ സെലക്ട് ചെയ്യാണ്ടായപ്പോൾ ഞാൻ പൂങ്ങോട്ടിറങ്ങിയ സ്റ്റുഡിയോ ഇട്ട്, ബാപ്പു സ്റ്റുഡിയോ, എൻ്റെ ഉപ്പാൻ്റെ പേര് തന്നെ സ്റ്റുഡിയോ ഇട്ട്. അവിടെ കുറേ നിന്നതിന് ശേഷം ബിൽഡിങ്ങൊക്കെ പൊളിച്ചപ്പോൾ പിന്നെ ഞാനിപ്പോൾ സ്റ്റുഡിയോ ഇപ്പം ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ മോർച്ചറിയിൽ പോയിട്ട് ഫോട്ടോ എടുത്ത് വന്നതാണ്. ഫോട്ടോഗ്രാഫറും JCI തിരൂരിന്റെ വൈസ് പ്രസിഡന്റുമായ അൻവർ കൂട്ടായിയെയും ചടങ്ങിൽ ആദരിച്ചു. തസ്നി കമറുദ്ദീൻ, ഹനീഫ് ബാബു, CK ജർഷാദ്, ഷബീർ അലി, റിഥം മീഡിയ, ജലീൽ പുലാക്കൽ, സീനത്ത് എന്നിവർ സംസാരിച്ചു. JCI തിരൂര് നമ്മുടെ തിരൂരിലെ ഏറ്റവും സീനിയറായ ഫോട്ടോഗ്രാഫർ ബാവാക്കാനെ, ബാപ്പു സ്റ്റുഡിയോയിലെ ബാവാക്കാനെ ആദരിക്കുകയാണ്. കാരണം ഇന്നത്തെ ഈ ദിവസം ഈ ഒരു ആദരവിന് ഏറ്റവും അർഹനായ ഒരു വ്യക്തി കൂടിയാണ് ബാവാക്ക എന്ന് പറയുന്നത്. കാരണം 60 വർഷമായി നമ്മുടെ തിരൂരിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പല്ല ക്യാമറ കണ്ണുകൾ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെത്തിയതും നിങ്ങളോട് ഈ ഒരു ആദരവ് നൽകിയതും. അപ്പോൾ ഈ സന്തോഷം സ്വീകരിക്കണമെന്ന് പറയുകയാണ്. മലബാർ ടൈംസ് തിരൂർ.